UDF പാഞ്ചാലിക്കും ഗുണ്ട ഷിയാസിനും വേണ്ടി കേക്കച്ചന്റെ സമ്മർദ്ദം. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എറണാകുളത്ത് സീറ്റിനെ ചൊല്ലി വലിയ തർക്കം മുറുകുകയാണ്. കാരണം VD സതീശൻ എന്ന് പറയുന്ന ആ ഏകാധിപതി തൻ്റെ പാർശ്വവർത്തികളും തൻ്റെ പെട്ടിതാങ്ങികളും തൻ്റെ ബിനാമികളുമായ 4 പേർക്ക് അവർക്ക് സീറ്റ് എങ്ങനെയും നൽകണമെന്ന വാശിയിൽ പിടിവാശിയിൽ നിൽക്കുകയാണ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനി സതീശന്റെ കളിക്കൂട്ടുകാരിയും അയാളുടെ നിലവിലെ ബിനാമി പങ്കാളിയുമായ UDF പാഞ്ചാലിക്ക് എറണാകുളത്ത് സീറ്റ് നൽകണം. അതുപോലെ ഇയാളുടെ ഗുണ്ടയും ഇയാളുടെ ബിനാമിയുമായ മുഹമ്മദ് ഷിയാസിനും മത്സരിക്കുവാൻ അവസരം നൽകണം. അതുപോലെ ലിജുവിനെ യാതൊരു കാരണവശാലും തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുവാൻ അനുവദിക്കത്തില്ല, അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയാൽ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന ഭീഷണി മുഴക്കി നിൽക്കുകയാണ് ഈ കേക്കച്ചൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം, ഈ UDF പാഞ്ചാലിയെ ഇറക്കി അവരെ വിജയിപ്പിച്ച് അവരെ കൊച്ചി നഗരസഭയുടെ മേയറാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ ഈ പാഞ്ചാലി ആരാണെന്നും ഇവരുടെ പിന്നാമ്പറ കഥകളും ITV ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് UDF പാഞ്ചാലി ഷെഡിൽ കയറേണ്ടി വന്നത്. അന്ന് അവരെ ഈ കേക്കച്ചൻ സമാധാനിപ്പിച്ചത്, വിഷമിക്കേണ്ട, ഇതിന് ഞാൻ പ്രാശ്ചിത്തം ചെയ്തുകൊള്ളാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം നൽകി ഞാൻ വിജയിപ്പിച്ചിരിക്കും, വിജയിച്ചാൽ ഏറ്റവും സുപ്രധാന ഒരു വകുപ്പ് തന്നെ നൽകി ഞാൻ നിന്നെ മന്ത്രിയുമാക്കും എന്ന് പറഞ്ഞാണ് UDF പാഞ്ചാലിയെ സമാശ്വസിപ്പിച്ചത്. അല്ലെങ്കിൽ UDF പാഞ്ചാലി കേക്കച്ചന്റെയും മറ്റു പല മുതിർന്ന നേതാക്കന്മാരുടെയും തലയെടുക്കുമായിരുന്നു. നമുക്കറിയാം, ഈ കേക്കച്ചൻ ഈ UDF പാഞ്ചാലിയെ മുന്നിൽ നിർത്തിയാണ് പലരെയും തേങ്കണിയിൽപ്പെടുത്തിയിരിക്കുന്നത്, പലരെയും തൻ്റെ ചൊൽപ്പിടിയിലാക്കി നിർത്തിയിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ കേക്കച്ചൻ സകലരെയും വെട്ടി ഒതുക്കി ഓർക്കുക, ഈ UDF പാഞ്ചാലിയെ ഏറ്റവും സുപ്രധാനമായ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം നൽകി വിജയിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ ഇയാളുടെ ഗുണ്ടയും ഇയാളുടെ ബിനാമിയുമായ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തോൽപ്പിക്കേണ്ടുന്ന ലിസ്റ്റിൽ പരമപ്രധാനമായി ഉള്ളത് പറവൂരിലെ ഈ നെട്ടൂർ കേക്കച്ചനും അതുപോലെ ഇയാളുടെ സിൽബന്ധികളായ ഈ UDF പാഞ്ചാലിയെയും അതുപോലെ ഇയാളുടെ ഗുണ്ടയും ഇയാളുടെ ബിനാമിയുമായ മുഹമ്മദ് ഷിയാസും ഒക്കെ അടങ്ങുന്ന ടീമിനെ അവരുടെ വിശദമായ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായ വിവരം ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ആരൊക്കെയാണ് ഈ കേക്കച്ചന്റെ ബിനാമികൾ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കേരളത്തിലെ വോട്ടർമാരെ ഇവരെ കൃത്യമായി തോൽപ്പിക്കണം, അവരെ ആ പരാജയത്തിന്റെ കയ്പ് അനുഭവിപ്പിക്കണം. ഈ കേക്കച്ചന്റെ പ്ലാനുകളും പദ്ധതികളും വിജയിക്കുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഓർക്കുക, കോൺഗ്രസിലെ മിടുക്കരായ നേതാക്കന്മാരെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ളവരെ ഒതുക്കി ഈ ഏകാധിപതി തൻ്റെ പാർശ്വവർത്തികളെയും സിൽബന്ധികളെയും ബിനാമികളെയും ഒരുമിപ്പിച്ച് അവർക്ക് സീറ്റ് നൽകി ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് മിഷൻ 250യുടെ 154-ാം ദിനമായി ഇന്ന് ജനങ്ങളുടെ പ്രതികരണമാണ്. സുധാകരനും രാഹുലും മത്സരിക്കണമെന്നുള്ള തുടങ്ങിയപ്പോഴേ ഞാനൊന്ന് വിളിക്കുകയാണ്. സുധാകരൻ കണ്ണൂരും രാഹുലും പാലക്കാട്ടും മത്സരിക്കണം. ഞാനത് ആകെ തുക ഇപ്പൊ കണ്ടു. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 3 ആഴ്ചക്കുള്ളിൽ മെയ് 9-ന് ഇലക്ഷൻ നടക്കും. അപ്പോ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് നല്ല പാർട്ടിയാണ്. പക്ഷേ ഇവിടെ കുറെ എന്തോ അമ്മമാരെ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഈ VD സതീശനെ പോലുള്ള കുറെ കക്ഷികള് ഈ സുധാകരൻ എന്നൊക്കെ പറഞ്ഞ പക്ക കോൺഗ്രസ്സുകാരന് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയൊക്കെ മാറ്റി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ തെറ്റാണ്. പിന്നെങ്കിലും അയാൾ അടങ്ങിയൊരുങ്ങിയിരുന്നു. അപ്പം രാഹുൽ ഗാന്ധി എന്തോ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ മത്സരിപ്പിക്കാമെന്ന്. ഇപ്പൊ എന്തായാലും കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഒരു MP അതുപോലെ അടൂർ പ്രകാശ് ഞങ്ങളുടെ MLA ആയിട്ട്, അദ്ദേഹം നല്ല മനുഷ്യനുമാണ്, മണ്ഡലം വളരെ അദ്ദേഹം ആരംഭിച്ചതും ഏറെക്കുറെ പണി തീർത്തതുമാണ് കോന്നി മെഡിക്കൽ കോളേജ്. ഇപ്പൊ പിന്നെ ഇവിടുത്തെ MLA ആണ് അത് ഉദ്ഘാടനമൊക്കെ ചെയ്തെങ്കിലും പേര് ഇവർക്ക് അല്ല, പേര് പുള്ളിക്കാരല്ല, വിഴിഞ്ഞം പോലെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൽ കുറെ ഇവന്മാർക്ക് സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കില്ല. പാവങ്ങളെ, അതായത് വഹിക്കാൻ പറ്റാവുന്നവരെയൊക്കെ വഹിക്കുക ചെയ്യുന്ന സുധാകരൻ കണ്ണൂർ തന്നെ മത്സരിക്കട്ടെ, തോക്കട്ടെ, MP സ്ഥാനം പോകത്തില്ലല്ലോ.
ഇത്രയും അനുകൂല ട്രെൻഡ് നിൽക്കുമ്പോൾ സുധാകരൻ നിൽക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കോൺഗ്രസ് നേതാവ് അത് പുള്ളിയായിരിക്കും. അതേ ഇവരെ അകറ്റി നിർത്തുന്ന അതുകൊണ്ടാണല്ലോ സണ്ണി ജോസഫ് പിന്നെ വാക്കിന് എതിർവാക്ക് പറയാത്ത ഒരാളായതുകൊണ്ടാണ് സണ്ണി ജോസഫിനെ പിടിച്ച് അവിടെ ഇരുത്തിയേക്കുന്നത്. അപ്പോ സുധാകരൻ മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാലൊക്കെ കൊണ്ട് ഇവന്മാരുടെ വേലയൊന്നും നടക്കത്തില്ല. അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഈ കഴിഞ്ഞ നിമിഷം വരെയുള്ള പുള്ളിയുടെ നീക്കങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനെ തള്ളിപ്പറയാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുക. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണം, തോറ്റാ തോക്കട്ടെ. നീ ഇപ്പൊ ഈ മത്സരിക്കുന്നവര് തന്നെ ആരും മോശക്കാരൊന്നും അല്ല, ആരും കഞ്ഞിക്ക് അരി സന്ധ്യക്ക് പോയി വാങ്ങിക്കേണ്ട ഒറ്റ മനുഷ്യനും ഇല്ല. മത്സരിക്കട്ടെ, ഇവരുടെയൊക്കെ സേവനം നാടിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും മത്സരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ പേര് ചാക്കോ കൊച്ചുകുട്ടി. എന്റെ വീട് മണക്കാലായ. സാറേ, ഞാൻ ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സാറേ, ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇവൻ എഴുന്നേൽക്കുന്നത് ഇപ്പൊ വി ഡി സതീശൻ ഇപ്പം പിന്നെ മറ്റേ പുള്ളിയും കൂടെ അവൻ ഇല്ലാതാക്കി. ഇനി ഇത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് സാറ് സ്വപ്നത്തിൽ സാറ് എന്റെ അഭിപ്രായത്തിന് സാറ് നല്ല രീതിയിൽ പ്രതിഷേധിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇത് നശിച്ചു. ഈ വി ഡി സതീശൻ പിണറായിയുടെ അങ്ങേയറ്റത്തെ ആളാ. നല്ലതുപോലെ അയാളോട് കാശ് വാങ്ങിച്ച് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ വി ഡി സതീശൻ ഇറങ്ങിയിരിക്കുക. അയാൾ മുഖ്യമന്ത്രിയാകാത്ത കാലത്തോടും ഇത് ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ അയാൾ വനവാസത്തിന് പോകാനാണ്. സാറ് ദയവ് ചെയ്ത് ഇതിനകത്ത് നല്ല ആൾക്കാരെ കണ്ട്, ഇതിനകത്ത് നല്ല നല്ല ആൾക്കാരുണ്ട്, അവരെ കണ്ട് ഈ അഭിപ്രായങ്ങൾ അവരോട് പറഞ്ഞ് ഈ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ആളിനോട് വിളിച്ചു പറഞ്ഞ് ഈ വി ഡി സതീശനെ ഇതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ, ഇതിനകത്ത് വി ഡി സതീശനുണ്ട്, ഈ മുരളിയുണ്ട്, ഈ ഈ ചെന്നിത്തലയുണ്ട്, ഒരു ഉണ്ണിത്താരുണ്ട്, ഇതിനകത്ത് പലരുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാതെ ഇവനെ തള്ളാനായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഈ കോൺഗ്രസിന്റെ അധപ്പതനമാണ്. അത് സാറത് കണ്ട് നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ സാർ ഇത്രയും നെഞ്ചും നെറ്റിയും കാണിച്ചതിനു വേണ്ടി പ്രവർത്തിച്ചില്ല. അതൊരിക്കലും ഒരു കാലത്ത് ഒരു ജനങ്ങളും മറക്കത്തില്ല. ഞങ്ങളിവിടെ 10-50 കുടുംബക്കാരുണ്ട്. ഞങ്ങൾക്ക് ഒരുത്തർക്ക് ഇതിനകത്ത് താല്പര്യമില്ല. ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ്. അല്ലാതെ ഞങ്ങൾ വേറൊരു പാർട്ടിക്ക് ഇന്ന് വരെയും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ധീരതയോടെ നിൽക്കുക. പക്ഷെ ഈ രാഹുലും സുധാകരൻ പുള്ളിയില്ലാത്ത ഒരു കോൺഗ്രസ് ധീരനായ ഒരു നേതാവാണ് സുധാകരൻ. ആ സുധാകരൻ എന്ന് പറയുന്ന ആള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തല തല്ലി തകർത്ത് കയറി വന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 80 വയസ്സുണ്ട് സാറേ. എനിക്ക് നല്ലതുപോലെ അറിയാം ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ. അവര് ധീരതയോടെ നിൽക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇവനെ കൊണ്ട് നിർത്തി ആന്റോ ആന്റണിയെ. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്തിട്ടില്ല ഈ ദേശത്ത്. ഇത്രയും ജനങ്ങള് എന്നിട്ട് 1-2 കോൺഗ്രസ്സുകാര് നമ്മുടെ പഴവളം സുഭാഷും ഒക്കെ പറഞ്ഞു നമുക്ക് അവിടുന്ന് ആ വോട്ട് കൂടുതൽ കിട്ടുന്നേ, അവിടെ ഇത് എന്തെങ്കിലും. ഞാനൊരു നിവേദനം കൊടുത്തതാ, ചെയ്തു തന്നിട്ടില്ല. ആ റോഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാനൊരു നിവേദനം കൊടുത്തിട്ട് ഇയാൾ ചെയ്തു തന്നിട്ടില്ല. യവനെ പോലും ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് ഒരു ദാണ്ട് പറഞ്ഞിറക്കിയിരിക്കുന്നു. ഒരൊറ്റ വോട്ട് ഇവിടുന്ന് മേടിച്ച് ജയിച്ചു പോകുന്നില്ല. ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നവർ. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ ഈ അടൂരെന്ന് പേരെടുത്തത് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അടൂരെന്ന് പേരുള്ളത് എടുത്തത് കോളേജ്, ആശുപത്രി, റോഡ്. ഞങ്ങളുടെ ഈ പള്ളിക്കയാറിൽ ഒരൊറ്റ പാലമില്ലായിരുന്നു, തടിപ്പാലമായിരുന്നു. പുള്ളി വന്നിപ്പോ എത്ര പാലം ഈ തോടിലുണ്ടെന്നറിയാം. ഈ നാടിനെ വികസിപ്പിച്ചതും ഈ നാട് അറിയപ്പെടുന്നതും ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നാണ്. അതിനു മുമ്പ് ഒരുപാട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇത് ലാസ്റ്റാണ്. ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആളിനെ ഈ സ്ഥാനത്ത് നിന്നും ഈ വോട്ടിന് മുമ്പ് മാറ്റിയില്ലെങ്കിൽ ഈ ലോകത്തെ കോൺഗ്രസ് പോയി. ഇനിയും പിന്നെ നോക്കണ്ട. ഇതിന്റെ ഇതിലുള്ള ആൾക്കാരെ, അതിന് സാറ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ ഇതിന് വിളിച്ചതിന്റെ വിവരങ്ങൾ അറിയിക്കണം. ഈ നാട്ടുകാരുടെ പ്രതിഷേധം അറിയിക്കണം. 10, 80, 60 വയസ്സായവരൊക്കെ ഈ ഒരു കാര്യത്തിന്, പെണ്ണുങ്ങളായതിനകത്ത് കൂടുതലും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ ഒരു കാര്യം ഒരൊറ്റ മനുഷ്യൻ ഇയാളെ കണ്ടുപിടും. ഇയാള് കാണിക്കുന്നതെല്ലാം കോൺഗ്രസിന് വിപരീതമായുള്ള കാര്യങ്ങളാണ്. ഇയാള് പിണറായിയെ ഇവിടെ നേരെ
നിൽക്കുന്ന ഉടനെ ഒന്ന് ചാടി വീഴും. എന്തിനാ? നാത്തൂനും അമ്മായിയമ്മയും കാണിക്കുന്ന പരിപാടിയായി ഇടയായിരിക്കുന്നത്. ഇതാർക്കും മനസ്സിലാകാഞ്ഞൊന്നുമല്ല. പക്ഷേ നമുക്കറിയാം, നമുക്ക് പറയാനും. നമുക്കിപ്പോ ഞങ്ങളിവിടെ 10-9 പേര് പ്രതിഷേധിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്. പക്ഷേ ഇവരില്ലാത്ത ഒരു കോൺഗ്രസ് ഈ നാട്ടിൽ വിജയിക്കുമെന്ന് വിചാരിക്കണ്ട. അത് സ്വപ്നത്തിലും വിചാരിക്കണ്ട. സാർ ഇതിനെ അങ്ങേയറ്റം ഇതിനകത്തിൽ പ്രതിഷേധിച്ച് ഞാൻ മറ്റൊരു ചാനലും ഞാൻ കാണുന്നില്ല. ഏതൊരു ചാനലുണ്ടെങ്കിലും ഞാൻ സാറിന്റെ ചാനലാണ് കാണുന്നത്. കാരണം ഇതുപോലെ തത്വമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സാർ ഈ ഒരു കാര്യത്തിന് വേണ്ടി സാറൊന്ന് പ്രവർത്തിക്കണം. സാർ അങ്ങേയറ്റം ഏതായാലും നനഞ്ഞിറങ്ങി കുളിച്ച് കയറി. ഇതിൽ രണ്ടിലൊന്നും അറിയണം. ഇതല്ലേ വലിയ ഇത് കേൾക്കുന്ന പറഞ്ഞാൽ വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. എൻ്റെ ഈ മുഖം വെച്ച കാള മുതൽ എൻ്റെ അറിവായ കാലം മുതൽ ഞാൻ കോൺഗ്രസ്സുകാരൻ. ഞങ്ങൾ ഇവിടെ ഉള്ളവർ ഇത്രയും പേരുകൾ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു ശകലവും മാറ്റപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും തോറ്റാലും ജയിച്ചാലും അത് തന്നെയായിരുന്നു. പക്ഷെ ഇതുപോലെ കഴിവുകെട്ടവരും ഇതുപോലുള്ള കള്ളന്മാരെയും നിർത്തി അവരെ വിജയിപ്പിക്കാൻ ഞങ്ങൾ ആളല്ല. ജനങ്ങളുടെ കാശെടുത്ത് ഇപ്പൊ പിണറായി കാണിക്കുന്ന കാണിപ്പ് കണ്ടില്ലേ? വണ്ടിയേൽ പരസ്യം ഒട്ടിക്കുക, വണ്ടിയേൽ അത് ജയിക്കുക. ആരുടെ കാശായത്? ഇത് ജനങ്ങൾ കൊടുക്കുന്ന കാശല്ലയോ സാറേ? നികുതി പണം ഇല്ലയോ ഇത്? അല്ല ഇയാളെ അവിടുന്ന് വിട്ടുകൊണ്ട് വന്ന കാശ് വല്ലതും ആണോ? ഇയാള് പണ്ട് പറഞ്ഞു മോനെ എവിടെ വിട്ടേന് പെണ്ണുമ്പിള്ളക്ക് പിന്നെ പെൻഷൻ കിട്ടിയതാണ്. പെൻഷൻ അല്ല മോക്ക് അവിടെ ബിസിനസ് ഇട്ട് കൊടുത്തത്. എന്തുവാ ഇത്? ഈ ലോകത്ത് മനുഷ്യരില്ലേ? ഈ ലോകം ഒരു പൊടിക്കുഞ്ചിനോട് ചോദിച്ചാൽ അവനെ ചീത്ത വിളിക്കാതെ ഒറ്റ ഒരു ശരിയില്ല. പാർട്ടിക്കാർ തന്നെ ഇപ്പൊ ഇവിടെ ഒരുപാട് അവരുടെ ചില പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം പറയുന്നത് ഇതെന്തോ ഒരു ഭരണം, എന്തോ ഒരു രീതിയാ. ഈ 2 മാസക്കാലം കൊണ്ട് ഇപ്പം എന്തോ ഒരു വികസനമാണ് നടത്താൻ ഇറങ്ങിയിരിക്കുന്നത്. അയ്യോ റോഡ്, അയ്യോ എന്തെല്ലാം. ഇപ്പൊ താണ്ട് ഓരോരുത്തർക്കും 1000 രൂപ വീതം കൊള്ളാം. ഇയാളെ സ്വത്ത് വിറ്റ പണമല്ലയോ ഇങ്ങോട്ട് കൊടുക്കുന്നേ? ഇയാള് സ്വത്ത് വിറ്റ കാശല്ലയോ എടുത്ത് ഇങ്ങോട്ട് തകർക്കുന്നേ? ഇയാൾക്ക് കാണിക്കരുതോ? എന്തും കാണിക്കരുത്. അതുകൊണ്ട് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി വന്നേച്ച് പോയി. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവനെ എടുത്ത് വോട്ട് കളയില്ല. എന്തുവാ ഈ രാഹുൽ ഗാന്ധി? ഇതാണോ ജീവിതം? ഇതാണോ കോൺഗ്രസിന്റെ പിന്നെ ഒരു ഇത്? കോൺഗ്രസിന്റെ അടിസ്ഥാനം ഇതല്ല. കോൺഗ്രസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നെഹ്റു ഇരുന്ന്, നമ്മുടെ ഇന്ദിരാഗാന്ധി, പിന്നെ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, ഇവരൊക്കെ ഇരുന്ന് നല്ല ഒന്നാന്തരം ഭരണങ്ങളിൽ ഇതുപോലുള്ള തൊഴുത്തിക്കുത്തുണ്ടായിരുന്നു. ഈ തൊഴുത്തിക്കുത്ത് മാത്രം കോൺഗ്രസ് നശിച്ചു. ഇതിനകത്ത് ആരുണ്ടോ? ഇപ്പൊ ഓരോരുത്തരെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരുടെ ഒരു കള്ള മുരളീധരൻ. അയ്യോ എവിടെല്ലാം ചാടിയോല ഇപ്പൊ താണ്ട് ഒരുത്തരെ ആണ്ട പിടിച്ചേക്കുന്നു. പത്തനാപുരത്തിന്റെ വലിയ ഒരു നേതാവാ. അയാൾ വലിയ മന്ത്രിയാ. ഞാനെന്താ ലജ്ജയില്ലല്ലോ ഈ മുഖത്ത് വന്ന് നിന്ന് ഇങ്ങനെ ഈ ചാനലിന്റെ വന്ന് നിന്ന് പറയാൻ ലജ്ജയില്ലല്ലോ. അവനെയൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്, മൃഗങ്ങളുണ്ടാക്കിയതാണ്. ഇങ്ങനെ വരില്ല. ലജ്ജയില്ലാതെ വന്ന് നിന്ന് ഓരോന്ന് പറയുന്ന കേട്ടാൽ ഞാൻ ഒരു 5000 പേരെ പ്രേമിക്കുന്നുണ്ട്. അയ്യോ എന്തുവാ ഇയാളാരാ? അവന്റെയൊക്കെ ഈ രീതിയൊക്കെ എടുത്തു കളഞ്ഞിട്ട് നല്ലൊരു രീതി ഭരണം ഈ രാജ്യത്ത് വരണമെങ്കിൽ ആ സുധാകരനെ, പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം, ഈ ഉമ്മൻചാണ്ടിയുടെ മോനെ, പിന്നെ നാടെ ഇപ്പൊ BJP എന്ന് പറഞ്ഞ ഒരുത്തന്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നേതാക്കന്മാരാ. അതുപോലെ യൂത്ത് കോൺഗ്രസിൽ കൊണ്ട് ഒരുപാട് പിള്ളേരുണ്ട്, നല്ല നല്ല പിള്ളേരുണ്ട്. അല്ല കോൺഗ്രസിനെ നശിപ്പിക്കാനല്ല അവര്. യവന്മാരിരുന്നാൽ ഈ കോൺഗ്രസ് നശിച്ച് വിണ്ണൂറാണ്. അതിനൊരു മാറ്റവും ഇല്ല. അത് സാറ് ഇതിനകത്ത് ശക്തിയോടെ ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ സാറേ ഇത് പോക്കാം. അതിന് യാതൊരു മാറ്റവും ഇല്ല. എന്റെ പേര് സണ്ണിയാണ്. ഈ VD സതീശനെ ഒന്ന് തോപ്പിക്കാനുള്ള പരിപാടി ഒന്ന് നോക്കാവോ നമുക്ക്? പറവൂരുകാര് വിചാരിക്കണം, പറവുകാരനെ അവരെ ഒന്ന് വിളിച്ച് ഏൽപ്പിക്കണം. സുധാകരന്റെ കണ്ണിക്കൂടെ വരുന്ന കണ്ണുനീര്, സുധാകരനൊക്കെ ഉള്ളതുകൊണ്ടാണ് കണ്ണൂരൊക്കെ കോൺഗ്രസ് കയറുന്നത്. അവനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനും സുധാകരനൊക്കെ ഇവനെ ഒതുക്കുന്നത്. അതുപോലെ അവൻ പറഞ്ഞതുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിലല്ല, ചാണ്ടി ഉമ്മൻ ഒത്തിരി നടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ സീറ്റ് കൊടുക്കലെന്നൊക്കെ അവൻ പറയുന്നത്. അപ്പൊ ഇവൻ ചെറുപ്പക്കാരെ മുഴുവൻ ഒതുക്കിക്കൊണ്ടിരിക്കുക. അവനെ ഒതുക്കാനുള്ള പരിപാടി, അവൻ തോപ്പിക്കാനുള്ള പരിപാടി നോക്കണേ. അത് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നില്ലേ? ഇവൻ ശരിക്കും കോൺഗ്രസിന്റെ ക്യാൻസർ അല്ലേ? കോൺഗ്രസിനെ ബാധിച്ച ക്യാൻസർ അല്ലേ യഥാർത്ഥത്തിൽ ഇവൻ കാശ് മേടിക്കുക? ആരുണ്ട്? BJPയുടെ കാശ് മേടിക്കുകയാണ്. അതാണ് ഇവൻ ഇപ്പൊ ഇതുവരെ ആരും ആക്കിയോ? ഇപ്പൊ 9-ാം തീയതി ഇലക്ഷനില്ലേ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ എല്ലാവരും സ്ഥാനാർത്ഥികളെ ശരിയാക്കി ഇത് ആക്കിയോ? കൃത്യമായ പ്ലാനും പദ്ധതികളും ജനുവരിയിൽ അവതരിപ്പിക്കുന്ന പറഞ്ഞു. ഒരു പ്ലാനും പദ്ധതിയും വന്നില്ല.
അവസാനം രാഹുൽ ഗാന്ധി വന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ മണ്ടന്മാര് പോലും പറയാത്ത KSRTC സ്വയം അപഹാസ്യരാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥി ലിസ്റ്റ് പറയുമെന്ന് പറഞ്ഞു. ഇത് തീയതി ഡിക്ലെയർ ചെയ്തു. 9-ാം തീയതി ഡേറ്റ് ആയി ഇലക്ഷന്റെ. ഇവന് ഇതെല്ലാം ചെയ്തു. ഇവനെ എന്തിനാ ഈ രാഹുൽ ഗാന്ധി ഇവനെ പൊക്കി പിടിച്ചോണ്ടത്? ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ പിന്നെ KSRTC സൗജന്യം കൊടുത്ത KSRTC മുടിയല്ലേ? ഇത് നടക്കുന്ന സംഗതിയാണ്. ഇവനെ ഒന്ന് ഒതുക്കാനുള്ള, ഇവനെ തോപ്പിക്കാനുള്ള പരിപാടിയാക്കുക. ഇത് വടക്കം പറവൂരാണ് തെക്കൻ പറവൂരാണ് ഇത്? വടക്കം പറവൂര്. ഈ സതീശനെ മുന്നിൽ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസ് തോറ്റു, അതാ പറയാൻ പോണെ. ഒന്നെങ്കിൽ BJP അല്ലെ LDF കയറും, അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയാല് കോൺഗ്രസ് ജയിക്കല്ലോ, ഇവിടെ തോറ്റു പോകും ഈ കണക്കിന് പോയാൽ. പുതുക്കാട്ടുവിളി മാങ്കൂട്ടം വരണം, പാലക്കാട് വരണം, വന്ന് നമുക്ക് പാലക്കാട് കാണിക്കണം സാറേ. ഞാൻ അന്ന് തൊട്ട് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിന് വേണ്ടി സാറേ ഇന്നലെ സാറ് വിളിച്ച് ഞാൻ വീഡിയോ കേട്ടോഴിക്കാം സാറിന്. ഇന്നലെ സുധാകരന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഇവരെല്ലാരും കൂടെ ആ മാങ്കൂട്ടത്തിന് കിട്ടുന്ന പെണ്ണുങ്ങള്, നമ്മുടെ സ്ത്രീകൾ എല്ലാരും പറഞ്ഞു. എന്നാ കാണറിയോ, അവനെ ഇട്ട് തല്ലിക്കൊല്ലി കോൺഗ്രസ്. ഈ രമേശും സതീശനും കൂടെ ഇവനെ കരക്കറ്റ് ഷാഫി പറമ്പിനെ എങ്ങനെയും തീർക്കാൻ നോക്കും. ഉറപ്പ് കാര്യമാ സാറേ, ഞാനിത് പറഞ്ഞ സത്യമായ കാര്യമാണ്. ഞാന് കാഞ്ഞിരപ്പള്ളി താലൂക്കില് കോട്ടയം ജില്ലയില് താമസിക്കുന്നവരാണ്. ഞാൻ കേരള കോൺഗ്രസ് എമ്മില് ആളാണ്. ആ മാണി സാറിനെ കാണിച്ച ഇമാര്, എന്നിട്ട് ഈ മാണി സാറിന്റെ ഇടയ്ക്ക് ഇമാര് പോയി കാണുന്ന ജോസ് കെ മാണി കാണിക്കുന്നു. എന്താ സാറേ ഇവനൊക്കെ നമ്മുടെ കേരളം മുടിച്ചില്ലേ? ഇനി എന്തേലും ഇമാരെങ്ങനെ ആ ചെറുപ്പക്കാര് കയറി വരുവാണെങ്കിൽ, ഇപ്പൊ എനിക്ക് മാങ്കൂട്ടം, ഞാനിപ്പോ ചാനൽ കണ്ട് വാർത്ത കേട്ടിട്ട് ഞാൻ സാറിനെ വിളിക്കുന്നേ. എങ്ങനെയാലും മാങ്കൂട്ടൻ രക്ഷപ്പെട്ടോണം, സ്വന്തമായിട്ടേലും മത്സരിക്കണം. മാങ്കൂട്ടൻ എന്തിനായി മിണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് മാങ്കൂട്ടൻ ഒറ്റ ഒരു വാക്ക് പറയത്തില്ലേ സാറേ? ഞാൻ സ്വന്തമായിട്ട് മത്സരിക്കുക, ജനങ്ങളുണ്ട്, മാങ്കൂട്ടത്തിന്റെ കൂടെ ഉണ്ട് സാറേ. ഞാൻ പറഞ്ഞ, ഞാന് ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ, എനിക്ക് അതുപോലെ ഞാൻ എന്റെ പൊന്ന് സാറേ ഞാൻ കണ്ടും കേട്ടു അനുഭവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാന്. ഇലക്ഷനെല്ലാം ഡിക്ലെയർ ആയി, ഇവർ ഇന്നും ആള് സംഘടിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇപ്പൊ എന്താവും? LDF BJP വരും, LDF മൂന്നാമത്തെ ഭരണം വരും. ഈ സതീശൻ കാരണം കുട്ടിച്ചോറാക്കി കോൺഗ്രസിന്. അതാണ് സംഭവിക്കുന്നത്. 23 ദിവസം ഉള്ളൂ. 23 ദിവസത്തില് ഈ ഒരു കാൻഡിഡേറ്റിനെ ഒന്നും റെഡി ആക്കിയിട്ടില്ല. BJP കാൻഡിഡേറ്റിനല്ല, അവര് വരവേ തുടങ്ങി, എഴുത്തും നോട്ടീസും അടിക്കാൻ തുടങ്ങി. LDF പ്രചാരണം കഴിഞ്ഞ് അവരും ഫിക്സ് ചെയ്ത്. ഇന്ന് കണ്ടില്ലേ, CPM അവര് കാൻഡിഡേറ്റിനെ എല്ലാം പ്രഖ്യാപിച്ചു. UDF എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ? UDF മൂന്നാമത്തെ ഭരണത്തിന് അയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ പേര് ആനിന്നാണ്. ഈ VD സതീശനെ, ചെന്നിത്തലേനെ, ഈ പറഞ്ഞവരെ തോറ്റു കിട്ടാൻ വേണ്ടി ഞാൻ കരുണാശ്രമത്തപ്പന് ചുറ്റുവിളക്ക് നടന്നേക്കോ സാറേ. ഞാൻ തൃപ്പൂണിത്തുറക്കാരിയാണ്. ഞാൻ കരുണാശ്രമ പള്ളിയിൽ പോവാറ്, എല്ലാം മിക്കവാറും പോകും. ഞാൻ എന്റെ ഈ രാഹുലിനെ, സുധാകരൻ ഈ തെണ്ടികളെ, ഈ പരനാറി തെണ്ടി, എനിക്ക് വയസ്സായി 69 കഴിയാൻ പോണു സാറേ. ഈ തെണ്ടികള് എല്ലാം തോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുണാശ്രമ മുത്തപ്പന് വിളിച്ച എന്റെ വെളിപ്പുറത്ത് തന്നെ മുത്തപ്പന ഞാൻ ചുറ്റുവിളക്ക് നേർന്നേക്കുവാ മുത്തപ്പന്. ഈ പന്നികള്, ഈ പെരും പന്നികള് ഇനിയെങ്കിലും നമ്മുടെ കേരളം നന്നാവൂന്ന് മുത്തപ്പൻ. ഇവൻ ഒറ്റ ഒരുത്തിന അവന്റെ മുഖത്തേക്ക് നോക്കിയ സാറേ, അവന്റെ ആ പിരികൻ രണ്ടും കൂടി അടുപ്പിച്ച് അവന്റെ നോട്ടം കണ്ടോ? അറിയാ VD സതീശൻ എന്ന് പറഞ്ഞ പെരും കള്ളന്റെ അല്ലെ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ എന്ന് പറഞ്ഞ കൊച്ചു എന്ത് തെറ്റ് ചെയ്താ? ഇവൻ ചെയ്തോട്ടം തെറ്റ്. ഇവന്റെ മോളല്ലേ മറ്റവള്, ഈ കേക്ക് കുറച്ച് തള്ളിയവള്, അവന്റെ കെട്ടിയോളും പിള്ളേ മോളും അവിടെ. എന്നിട്ട് ഈ പരനാറി തെണ്ടി അവനെ, നമ്മുടെ ഭാഷ പറയാൻ കൊള്ളില്ല സാറേ, എന്നാലും പറഞ്ഞു പോവുക സഹിക്കാൻ കൊള്ളാണ്ട്. ഈ പരനാറി ഇവർ ഈ രാഹുലിനെ മറ്റവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ പെടുന്ന പാടിനെ ഇപ്പൊ അവൻ അങ്ങോരെ നിർത്താതിരിക്കാൻ, കണ്ണൂര് നിർത്താതിരിക്കാൻ വേണ്ടി ഇവനൊരു ഇടങ്കോലിട്ടേക്കുക. നമുക്ക് കേൾക്കുമ്പോ അറിയാൻ പാടില്ല സാറേ, ഇല്ലേ? നമ്മളെന്നെ ഇവനെ പോലെ കഞ്ഞിയല്ലേ കുടിച്ച, ഈ കള്ളനെ പോലെ ഇവൻ ചെയ്ത് തട്ടീരുമായിട്ട് നടന്ന പട്ടി. ഇവന് ഒരു പഞ്ചായത്തിൽ നിന്നിട്ടുണ്ടോ ഈ പരനാറി? എന്നിട്ട് അവൻ നമ്മുടെ കേരളത്തെ നശിപ്പേന് ഇവൻ ഇനി ഒറ്റി കൊടുക്കുക. എന്തിനാ? മറ്റവന് മൂന്നാം ഭരണം ഇവനേതായാലും കിട്ടൂലെന്നുള്ള അറിയാം.
ഇവരെല്ലാം കൂടി ഒത്തൊരുമയായിട്ട് പോയ നമ്മുടെ കേരളം 135 സീറ്റ് കിട്ടും ഇല്ലേ? ഇത് നശിപ്പിക്കുകയല്ലേ ഈ തെണ്ടികള്, ഈ കോലംകുത്തികള്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തമ്മിലടി മാറിയിട്ടില്ല. തമ്മിലടി മാറിയില്ല. അതാ സാറേ ഞാൻ പറഞ്ഞത്, ഇവര് ഈ കൊലംകുത്തികൾ തോക്കാൻ വേണ്ടിയിട്ട് കരുണാസന മുത്തപ്പന് ഞാൻ ചുറ്റുവിളക്ക് നേർന്നേക്കും, മെഴുകുതിരി എണ്ണ നേർന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് സാറേ. ഞങ്ങൾ കാരണവന്മാരായിട്ട് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിന്റെ കാലം തുടങ്ങി എൻ്റെ അപ്പൻ്റെ അപ്പനായിട്ട് നിൽക്കുന്ന ആൾക്കാരാ ഞങ്ങൾ. മരിച്ചാ മാറൂല. നമ്മളെ ഈ പേരും പന്നി ഇവന് എന്നാ സാറേ ഒരു പഞ്ചായത്തിൽ നിന്നിട്ടുണ്ടോ ഈ കഷണ്ടി ഉണ്ടോ? അവന്റെ ആ പിരികോ അവന്റെ ആ നോട്ടോ. അവന്റെ സ്വന്തം മണ്ഡലത്തിൽ BJP ആണ് ജയിച്ചെന്ന് ഓർക്കണം ഈ കേക്കറ്റന്റെ. സത്യം സാറ് പറഞ്ഞ സത്യ. സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം സാറ് മാത്രം സത്യം. ഈ മറ്റേ മറുനാടന് ഒരുവിധം നേരത്തെയൊക്കെ നല്ല, ഇപ്പൊ അവൻ ഇവരെയൊക്കെ എച്ചില് മേടിച്ച് തിന്നുക. അതുകൊണ്ട് അവന്റെ വാർത്തയെ ഞങ്ങൾ കേൾക്കാറുണ്ട്. സഹിക്കാൻ പാടില്ലാണ്ട് നമ്മൾ പറഞ്ഞു പോകും സാറേ. ഞാൻ പറഞ്ഞില്ലേ 69 വയസ്സ് കഴിയാൻ പോണു. ഞാൻ തൃപ്പൂണിത്തുറക്കാരിയാ. എനിക്ക് ഉണ്ടല്ലോ എനിക്കങ്ങ് എന്നാ നമ്മൾ പറയണേ, ഈ പേരും കള്ളൻ. ഇപ്പൊ ഇനിയെങ്കിലും ഇവന് ബോധം ഉദിക്കില്ലേ സാർ? ഇവന് ബോധമില്ലാഞ്ഞിട്ടല്ല സാറേ, ഇവനുണ്ടല്ലോ ഇവൻ കട്ട് ഇവൻ കോടികൾ സമ്പാദിച്ചേക്കുക. ഈ മുഖ്യമന്ത്രിയുടേനും എല്ലാവരുടേനും മേടിച്ച് ഇവൻ കമ്മീഷൻ പറ്റി ആയിരക്കണക്കിന് കോടി ഉണ്ടായി. അന്നേരം ഇനി ഇവന് അത് സൂഹിക്കണേല് ഇവൻ രാഷ്ട്രീയ വനവാസത്തിന് പോവാന്ന് നേരത്തെ പ്രഖ്യാപിച്ച് ഇവൻ പോവാ. ഇവൻ ഈ കൊള്ള മുതലുമായിട്ട് രാജ്യം വിട്ടു പോകാൻ വേണ്ടിയാ. അത് തന്നെ സാറേ സാറ് ഇത് പിണറായിക്ക് 3ാം തുടർ ഭരണം ഉണ്ടാക്കാനുള്ള സകല പണി അവൻ ചെയ്തിട്ട് കൊടുത്തു. അതുപോലെ BJPക്ക് ഇത്തവണ പരമാവധി സീറ്റ് ഉണ്ടാക്കാനുള്ള പണി അതും ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് 2 സൈഡിൽ നിന്നും പണം മേടിച്ചുകൊണ്ട് ഈ പന്നി ഉണ്ടല്ലോ ലാസ്റ്റ് ജനങ്ങളെ മുണ്ടുപൊക്കി കാണിച്ചിട്ട് ഇവന്റെ പാട്ടിന് പോകും. ആർക്ക് പോയി? ഈ മൊണ്ണകക്കെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ തെണ്ടിയേക്ക് ഇതൊന്നും ബോധമില്ല സാറേ. ഇവന്മാർക്ക് ഇതൊന്നും ബോധമുണ്ടേ ഏതെങ്കിലും പ്രതികരിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതുപോലും പറയാതെ നല്ല പിള്ളേരുണ്ടല്ലോ ഇതില്. ഇപ്പൊ അവൻ പറയാ MP-മാരെ ഒന്നും. ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാല് ഈ മുതുക്ക് നേതാക്കന്മാരെ എല്ലാം ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് ഫോൺ വിളിപ്പിക്കുകയോ അല്ലാതെ വിളിപ്പിച്ച് അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് CD വേണ്ടി വന്ന് നമുക്ക് അവന്മാരെ പഠിപ്പിച്ചോണ്ട്. ഇതുകൊണ്ടാണ് ഇവനെ നമ്മൾ തേങ്കണി സതീശൻ എന്ന് വിളിക്കുന്നത്. അതെ സാറേ, ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ഭാവിച്ചോണ്ടാ സാറേ ജീവിക്കണേ അല്ലേ? പറയാതിരിക്കണേ എങ്ങനെയാ? നമ്മളൊരു പെണ്ണ. ഇവരൊക്കെ ഇവന്റെ ഒക്കെ കൂടി നടക്കാനാണോ ഇവന്റെയൊക്കെ പ്ലാൻ? അവനെ ഉണ്ടല്ലോ അവതാ പറഞ്ഞ ഈ കരിയാസന മുത്തപ്പന് വിളിപ്പുറത്ത് ഞങ്ങളുടെ അടുത്ത് വന്നതാ. മുത്തപ്പൻ അവനെ ചെയ്യാതിരിക്കില്ല. സാറ് നോക്കിക്കോ, ഞാൻ ചുറ്റുവിളക്കാ നേർന്നേക്കണം. ചുറ്റുവിളക്ക് എനിക്ക് സഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയണേ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയിട്ട് ഞായറാഴ്ച മുത്തപ്പൻ്റെ അവിടെ തിരിയും മേടിച്ച് രാഹുലിന് വേണ്ടിയിട്ട് കുർബാനയും ചെല്ലിച്ച് തിരിയും മേടിച്ച് കത്തിച്ചേച്ചാ ഞാൻ. അന്നേരം ഞാൻ വന്നപ്പോഴാണ് ഈ വിവരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.